വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നീറ്റിന്റെ എക്സാമിന്റെ പ്രിപ്പറേഷനൊക്കെ നന്നായിട്ട് പോകുന്ന വിശ്വാസത്തോടെയാണ് ഞങ്ങളിങ്ങനെ ഓരോ ക്ലാസ്സസും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ വൺ ഷോട്ട് സീരീസ് ഇങ്ങനെ പ്രോപ്പറായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. വൺ ഡയമെൻഷന്റെ ക്ലാസ്സസ് വരെ കഴിഞ്ഞു. ടു ഡയമെൻഷൻ അപ്ലോഡ് ചെയ്യേണ്ട ഡേറ്റ് ആക്ച്വലി ഇന്നായിരുന്നു. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റിലായിരുന്നു ടു ഡയമെൻഷന്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടില്ല. മറ്റൊന്നും കൊണ്ടല്ല, ചെറിയ കുറച്ച് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ തിരക്കും ഓട്ടോ ഒക്കെ ആയിട്ട് നമ്മുടെ ഈ സംരംഭം എങ്ങനെ കുറച്ചുകൂടെ നല്ല രീതിയിലാക്കാം, അപ്പൊ അതിന്റെ ഒരു മീറ്റിങ്ങും കാര്യങ്ങളുമായിട്ട് ചെറിയ തിരക്കിലാവുകയും പിന്നെ ഇതൊന്നും അല്ലാതെ ലൈഫിലെ പേഴ്സണൽ ആയിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളല്ല, കുറച്ച് സന്തോഷമുള്ള കാര്യമൊക്കെ ആയിരുന്നു. പക്ഷെ ലൈഫിലെ ചില കാര്യങ്ങളുമായിട്ടുള്ള ഓട്ടത്തിന്റെ തിരക്കിലായി പോയതാണ്. എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ ആദ്യമേ അത് പറയുന്നു. അതെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതെന്താണെന്ന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ പറയേണ്ട കാര്യമല്ല അത്. ഇനി അതെന്താണെന്ന് അറിയണം അത്ര നിർബന്ധമുള്ളവർക്ക് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാട്സ്ആപ്പ് നമ്പറിലോ എന്നോട് പേഴ്സണലി ചോദിച്ചാൽ മതി. ഞാൻ ഉറപ്പായിട്ട് അത് പറയും. കാര്യം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയേണ്ട കാര്യമല്ല, പക്ഷെ ലൈഫിൽ നടന്ന ഒരു സന്തോഷമായ കാര്യമാണ്. സോ മക്കളെ, അപ്പൊ എല്ലാവരുടെയും നീറ്റിന്റെ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോകട്ടെ. JEE Phase 2 വരുന്നു, അതിന്റെ പ്രിപ്പറേഷൻ നന്നായിട്ട് നടക്കട്ടെ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ചെറിയ ഒരു കാര്യം നിങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. കുറെ പേര് ചോദിച്ചു, അവസാന പ്രിപ്പറേഷനിലേക്ക് എത്തി നിൽക്കുകയാണല്ലോ, നമുക്കിനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ, വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പക്ഷെ ആ കുറഞ്ഞ ദിവസം എങ്ങനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെ കൂടുതൽ ഇഫക്റ്റീവായിട്ട് പഠിക്കാം, അപ്പൊ അതിനെപ്പറ്റി പെട്ടെന്നൊന്ന് സംസാരിച്ച് പോകാനാണ്. വലിയ ലെങ്തി വീഡിയോ ആക്കാൻ താല്പര്യപ്പെടുന്നില്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ ചിന്താഗതിയാണ് നമ്മളുടെ ലൈഫായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അപ്പം ഞാൻ എല്ലാ ക്ലാസ്സിലും, എല്ലാ വീഡിയോ ക്ലാസ്സിലും, എല്ലാത്തിലും ഞാൻ പറയുന്ന കാര്യമാണ്, നമ്മൾ പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോവുക. സ്റ്റേ പോസിറ്റീവ്. അപ്പൊ പോസിറ്റീവായിട്ടുള്ള കാര്യം നമ്മുടെ ലൈഫിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. സോ നിങ്ങൾ അങ്ങനെ ഇരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. പിന്നെ വളരെ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. ഓവർ കോൺഫിഡൻസ് പാടില്ല, പക്ഷെ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. ഇനി ഒരു നീറ്റിന്റെ ഫൈനൽ പ്രിപ്പറേഷൻ, എസ്പെഷ്യലി ഫിസിക്സ് പോലൊരു ടഫ് സബ്ജക്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ഇനിയും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒന്നെന്ന് പറയുന്നത്, ഫിസിക്സിന്റെ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ നിങ്ങൾ റിവിഷൻ എന്തായാലും ചെയ്യണം. നമ്മളെല്ലാം അറിയാവുന്നവരാണ് എന്ന് പറഞ്ഞ അഹങ്കാരത്തോടെ ഇരിക്കാനും പാടില്ല. ഉറപ്പായിട്ടും നമ്മൾ ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യണം. അപ്പൊ റിവിഷൻ പ്രോസസ്സിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ പഠിക്കാൻ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ചാപ്റ്ററിന്റെ കീ കോൺസെപ്റ്റും അതിനകത്ത് ഇക്വേഷൻസും ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം ആദ്യം നിങ്ങൾ പഠിക്കാൻ. അതിൽ തന്നെ നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ടോപ്പിക് ഇമ്പോർട്ടന്റ് ആവുകയും എന്നാൽ നിങ്ങൾ അതിൽ കുറച്ച് വീക്കുമാണെങ്കിൽ, ഇമ്പോർട്ടന്റ് ടോപ്പിക്സുകൾ ഏതാണെന്നൊക്കെ ഉള്ള വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ ടോപ്പിക്ക് ഇമ്പോർട്ടന്റ് ആവുകയും പക്ഷെ നമ്മൾ അതിൽ കുറച്ച് വീക്കുമാണെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ റിവിഷൻ പ്രോസസ്സിൽ ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ് പഠിക്കുക, ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്തിരിക്കണം, ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവരായിരിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് മേ ബി നിങ്ങളുടെ കയ്യിൽ ഡിഫറെന്റ് മെറ്റീരിയലുകൾ ഉണ്ടായിരിക്കാം. അതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചിലപ്പോൾ ഒരു തവണ പ്രാക്ടീസ് ചെയ്തവരായിരിക്കാം. പക്ഷെ നമ്മൾ പണ്ട് പ്രാക്ടീസ് ചെയ്ത സാധനമൊക്കെ ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ആയിക്കോട്ടെ, അല്ല നിങ്ങളിപ്പോൾ സ്കൂൾ ഗോയിങ്ങിൽ +2 കറന്റ്ലി ബോർഡ് എക്സാമിന് വേണ്ടി ഇരിക്കുന്ന കുട്ടി ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളൊരു പ്രിഫേർഡ് മെറ്റീരിയൽ സെലക്ട് ചെയ്യുക. നിങ്ങൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്താൽ മതി. ആ മെറ്റീരിയൽ, അതിലുള്ള ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം. അടുത്തത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തിരിക്കണം. 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതേപോലെ ആൻഡ് ഫൈനലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, പറ്റുമെങ്കിൽ എല്ലാ ദിവസവും, ഇനിയിപ്പോ എല്ലാ ദിവസവും പറ്റിയിട്ടില്ലെങ്കിൽ ഒരു 2 days കൂടുമ്പോഴെങ്കിലും നിങ്ങൾ ഒരു മോക്ക് സീരീസ്, അത് ഫുൾ മോക്ക് സീരീസ് എഴുതാൻ പറ്റിയാൽ അത്രയും നല്ലത്. നമ്മൾ എന്ത് പഠിച്ചു, നമുക്ക് ഏത് ചാപ്റ്റർ ആണ് അറിയാവുന്നത്, ഏത് ചാപ്റ്റർ അറിയില്ല എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. ഒരു ഫുൾ മോക്ക് സീരീസ് എഴുതാൻ പറ്റുന്നെങ്കിൽ ഫുൾ മോക്ക് സീരീസ് എഴുതുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു മോക്ക് സീരീസ് എഴുതി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് എവിടാന്ന്, നമ്മുടെ വീക്ക്നെസ് എവിടാന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് റിവിഷനെയും ഗുണം ചെയ്യുന്നതായിരിക്കും. സോ അത് നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യുക. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോയാൽ മക്കളെ, ഇനിയും വരുന്ന ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഫിസിക്സ് ഒരു റിവിഷൻ, അല്ലാതെ ഫിസിക്സ് ഒന്നേന്ന് പഠിച്ചെടുക്കാൻ പറ്റില്ല എന്നല്ല. ഒരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡന്റ് ഒക്കെ ആണെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഇനിയുള്ള ദിവസം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടും എന്ന ഒരു പച്ചക്കള്ളം ഒന്നും പറയാൻ ഞാൻ മുതിരുന്നില്ല. കാരണം എൻ്റെ മനസാക്ഷിക്ക് അത് പറ്റുന്ന കാര്യമല്ല പച്ചക്കള്ളം പറയാൻ, അല്ലെങ്കിൽ എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത രീതിയിൽ ഇനിയും പഠിച്ചോളൂ, ഇനിയും ഒന്നേന്ന് തുടങ്ങിക്കോളൂ, നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടുമെന്ന ഒരു വലിയ കള്ളമൊന്നും പറയാൻ ഞാൻ നിൽക്കുന്നില്ല. കാര്യം
ഇനിയും പഠിച്ചാൽ എൻട്രൻസ് കിട്ടണമെങ്കിൽ ഒബ്വിയസ്ലി ആ സ്റ്റുഡന്റ് ഒരു എക്സ്ട്രാ ഓർഡിനറി എക്സെപ്ഷണൽ സ്റ്റുഡന്റ് ആയിരിക്കണം. അല്ലാതെ ഒന്നും അറിയാത്ത ഒരാൾ ഇനിയും അങ്ങോട്ട് പഠിച്ചാൽ എൻട്രൻസ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ മാർക്ക്. എനിക്ക് അറിയില്ല അതിനൊരു മറുപടി തരാൻ. പക്ഷെ ഓൾറെഡി പഠിച്ച് കുറെ കാര്യങ്ങൾ അറിയാവുന്ന ഒരു ഫൈനൽ റിവിഷന് വേണ്ടി ഇരിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പൊ അടിപൊളിയായിട്ട് എല്ലാവരും ഇരിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.